ഗാസ നഗരവാസികളോട് പലായനം ചെയ്യാൻ അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഇസ്രായേൽ. അജിന മുഹമ്മദ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. അജിന, നോക്കൂ, ഇനിയും വായിക്കേണ്ടി വരും നമ്മൾ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളുടെ പേരുകൾ എന്നാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റസ് സൂചിപ്പിക്കുന്നത്. അതെ വിനിഷ, വെരി ഗുഡ് മോർണിംഗ്. കാരണം ഇപ്പോൾ ഗാസയിൽ വിനിഷ എനിക്ക് പറഞ്ഞു തുടങ്ങാനുള്ളത്, ഈ ഒക്ടോബർ 7 ഗാസയിൽ ഇസ്രയേൽ യുദ്ധം നടത്തി 2 വർഷം തികയുകയാണ്. ഈ 2 വർഷം തികയുമ്പോഴും ലോകം എപ്പോഴും ഉറ്റുനോക്കുന്നത് ഗാസയിൽ ഇനിയെങ്കിലും ഒരു സമാധാനം പുലരുമോ എന്നാണ്. കാരണം പല തവണയായി ഗാസയിൽ വെടിനിർത്തൽ കരാർ വരുന്നു, ആ വെടിനിർത്തൽ കരാർ റദ്ദാക്കപ്പെടുന്നു. അങ്ങനെ സമാധാനം എന്ന് പുലരും എന്നുള്ളൊരു ചോദ്യചിഹ്നമായിരുന്നു ഗാസയിൽ ഉടനീളം ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ചോദിക്കുന്നത് 2 വർഷം അടുക്കുമ്പോൾ എന്നാണ് ഈ ഗാസയിൽ ഒരു സമാധാനം പുലരുക എന്നാണ്. പിന്നീട് ഇപ്പോൾ നോക്കിയാൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ കരാർ, അതായത് ഒരു വെടിനിർത്തൽ കരാറിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ പ്രധാനമായും ഹമാസ് കുറച്ച് ഭേദഗതികൾ, അതായത് ഹമാസ് തങ്ങളുടെ കുറച്ച് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഈ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഗാസയുടെ പുനർനിർമ്മാണമാണ് പ്രധാനമായും. രണ്ടാമത് ഈ ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിന്നും ഒഴിഞ്ഞു പോകണം. പിന്നെ മൂന്നാമതായിട്ട് ഹമാസ് നേതാക്കൾക്കെതിരായിട്ടുള്ള ഇസ്രയേലിൻ്റെ ആക്രമണം അവസാനിപ്പിക്കണം. ഈ മൂന്ന് ആവശ്യങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും ഹമാസ് ഈ വെടിനിർത്തൽ കരാർ, അതായത് ഒരു സമാധാന ഉടമ്പടിക്ക് വേണ്ടിയിട്ട് ഈ അമേരിക്കയുടെ മധ്യസ്ഥതയിലുള്ള ഇതിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭേദഗതി അല്ലെങ്കിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മാത്രമേ ഒരു സമാധാന ഉടമ്പടി ഗാസയിൽ ഉണ്ടാകുള്ളൂ. മറുവശത്ത് നോക്കിയാൽ നമുക്കറിയാം, ഗാസയിൽ ഇപ്പോൾ കൂട്ടക്കുരുതം നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം തന്നെ 60 പേർ, അതായത് 60 സാധാരണ പലസ്തീനുകളാണ് അവിടെ കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗം പിഞ്ചു കുഞ്ഞുങ്ങളും കുട്ടികളുമാണ് കൊല്ലപ്പെടുന്നത്. നമുക്ക് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിനിഷ. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഗാസയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പട്ടിണി തന്നെയാണ്. കാരണം ഈ പട്ടിണിയിലാണ് ഇപ്പോൾ ഗാസ വലഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗാസയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പരിസ്ഥിതി പ്രവർത്തകയായിട്ടുള്ള ഗ്രേറ്റ തുംബർഗിൻ്റെ നേതൃത്വത്തിൽ 40ഓളം കപ്പലുകൾ, ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയിട്ടുള്ള 40ഓളം കപ്പലുകൾ അയച്ചിരുന്നു. എന്നാൽ ഈ ഇസ്രയേൽ സൈന്യം ചെയ്തത് ഈ 40ഓളം കപ്പലുകൾ പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. 45ഓളം കപ്പലുകൾ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ 400ലധികം പരിസ്ഥിതി പ്രവർത്തകരെ ഇവർ കസ്റ്റഡിയിൽ എടുത്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം എങ്ങനെയാണ് ഗാസ ഇപ്പോൾ ഏകദേശം എല്ലാം ഈ ഇസ്രയേൽ പിടിച്ചെടുത്തിരിക്കുകയാണ്. നമുക്ക് ഇസ്രയേലിൻ്റെ പ്രസ്താവന ഇറക്കുമ്പോൾ എപ്പോഴും അറിയാം, ഗാസ പിടിച്ചെടുക്കുക എന്ന് തന്നെയാണ് ഇസ്രയേലിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഗാസയിൽ അവരുടെ ഒരു നേതൃത്വം ഇപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ഒരു അതായത് ഭക്ഷണം കൊണ്ടുവന്ന കപ്പലുകൾ ഇപ്പോൾ ഈ ഇസ്രയേലിൻ്റെ നാവികസേന തടഞ്ഞിരിക്കുന്നത്. മറുവശത്ത് നോക്കിയാൽ ഇപ്പോൾ കൂട്ടപലായനമാണ് ഇപ്പോൾ ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പലസ്തീനുകളെ കൊന്നൊടുക്കുന്നു. മറുവശത്ത് ഈ പലസ്തീനുകൾ, ബാക്കിയുള്ള പലസ്തീനുകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കൂട്ടപലായനം ചെയ്യുന്നു. ഇപ്പോൾ ബാക്കിയുള്ളവരും ഈ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നുള്ള അന്ത്യശാസനമാണ് ഇപ്പോൾ ഇസ്രയേൽ നൽകിയിരിക്കുന്നത്. ഈ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോയില്ലെങ്കിൽ ഇവരെ തീവ്രവാദികളായി മുദ്രകുത്തി വെടിവെച്ച് കൊലപ്പെടുത്തും എന്നാണ് ഇപ്പോൾ ഇസ്രയേൽ ഇപ്പോൾ പ്രസ്താവന ഇറക്കിയിരുന്നത്. എത്രത്തോളം നിഷ്ക്രൂരതയും അതുപോലെ തന്നെ ഒരു ക്രൂരത നിറഞ്ഞുമുള്ള ഒരു ക്രൂരതയാണ് നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ 2 വർഷം തികയുകയാണ് ഗാസയിലെ യുദ്ധം ആരംഭിച്ചിട്ട്. നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം കണക്കെടുത്താൽ 75,000-ലധികം ആളുകൾ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഭൂരിഭാഗം പിഞ്ചു കുട്ടികളാണ് അവിടെ കൊല്ലപ്പെടുന്നത്. കാരണം അവരുടെയാണ് ലോകം. പക്ഷേ അതൊന്നും നോക്കാതെ കുട്ടികളെ തന്നെ ഒന്നടങ്കം കൊന്നെടുക്കുകയാണ് ഇസ്രായേൽ സൈന്യം. അതിൻ്റെ ഇടയ്ക്കാണ് ഇവർക്ക് പട്ടിണി മൂലം കുട്ടികൾ മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ എന്നുള്ളൊരു സമീപനം കൂടി ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കപ്പലുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മുന്നേ നമുക്കറിയാം എത്രത്തോളം ട്രാക്ടറുകൾ മറ്റ് അറബ് രാജ്യങ്ങൾ ഭക്ഷണവുമായി എത്തിച്ച ട്രക്കുകൾ അവർ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഗാസയെ മൊത്തത്തിൽ ഒരു വളഞ്ഞു ചുറ്റി ഗാസയിലെ അധികാരം പിടിച്ചെടുക്കുക, അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കിയുള്ള മനുഷ്യരെ കൂടി പലായനം ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് നോക്കിയാൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സമാധാന ഉടമ്പടികൾ അല്ലെങ്കിൽ സമാധാന കരാറിനായിട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ ദോഹയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. അറബ് രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്ത്, ഖത്തർ, അതുപോലെ തന്നെ ഈജിപ്ത്, തുർക്കി, ഖത്തർ ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ സമാധാന ചർച്ചകളും നടന്നു വരികയാണ് വിനിഷ. എന്തായാലും നമുക്ക് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. ഒരു വശത്ത് ഗാസയെ ഒരു കൂട്ടക്കുരുതിയായിട്ട് ഇസ്രയേൽ മാറ്റിക്കൊണ്ടിരിക്കുന്നു. മറുവശത്ത് അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു സമാധാന ഉടമ്പടി നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി എന്താണ് ഗാസയുടെ ഭാവി എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടത് തന്നെയാണ് വിനിഷ.
ശരി അജ്ന, ഏതായാലും നിലവിൽ ഗാസയിൽ നിന്ന് വരുന്നതൊന്നും ശുഭസൂചന നൽകുന്ന വാർത്തകളല്ല. സങ്കടകരമായ റിപ്പോർട്ടുകൾ തന്നെയാണ് ഈ രാവിലെയും ഈ സുപ്രഭാതത്തിലും നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഗാസയെക്കുറിച്ച് സമാധാന ചർച്ചകൾ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. സമാധാനം അവിടെയും പുലരട്ടെ എന്ന് മാത്രം നമുക്ക് പ്രത്യാശിക്കാം.